ത്തിലേക്ക് പോലീസുകാർ ഇടിച്ചു കയറി വരുന്നു. എന്നിട്ട് അംബികയാണ് സ്വർണം മോഷണ കേസിൽ മുഖ്യപ്രതി എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് അംബിക ഷോക്കായി നിൽക്കുന്നു. എന്തായാലും ദിവ്യപ്രഭയ്ക്കും അമ്മയ്ക്കും കാര്യമായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അംബിക പറയുന്നുണ്ട്. പോലീസുകാർ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നീട് സ്വർണം ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയാണെന്നൊക്കെ പറഞ്ഞ് അംബിക വാദിക്കുന്നു. എന്തായാലും ആ സമയം അവിടേക്ക് അമൃതയും അഭിമന്യുവും എത്തുന്നുണ്ട്. പിന്നീട് അമൃത പറയുകയാണ്, മാമി എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? എൻ്റെ അലമാറയിലിരുന്ന സ്വർണം അത് മോഷ്ടിച്ച് ദിവ്യപ്രഭയ്ക്ക് കൊണ്ട് കൊടുത്തതും പോരാ, എന്നിട്ട് കള്ളം പറയുന്നു. ഈ സ്വർണം എൻ്റേതാണ് സർ, ഇത് എത്രയും പെട്ടെന്ന് വാങ്ങി പരിശോധിക്കണം. ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പോലീസുകാരോട് അമൃത പറയുന്നുണ്ട്. വീണ്ടും അമൃതയുടെ ഒരു തുറന്നു പറച്ചൽ തള്ളിക്കളഞ്ഞുകൊണ്ട് അംബിക പറയും, ഇല്ലില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നിന്റെ സ്വർണം എനിക്ക് എന്തിനാടി എന്നൊക്കെ പറഞ്ഞ് അംബികയും വാദിക്കുന്നുണ്ട്. അംബികയ്ക്കാണെങ്കിൽ കാര്യം അറിയില്ല താനും. കലാവതിയുടെ വലിയ ചതിയാണ് തനിക്കെതിരെ വന്നിരിക്കുന്നതെന്ന്. എന്തായാലും പോലീസുകാർ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല, ഞങ്ങളുടെ കൈവശം തെളിവുണ്ട്, അതുകൂടി കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ സ്വർണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നതല്ല, പക്ഷേ നിങ്ങൾ ഈ സ്വർണം ഈ നിൽക്കുന്ന ദിവ്യപ്രഭയ്ക്കും അമ്മയ്ക്കും കൈമാറിയതായിട്ടുള്ള തെളിവുകൾ ഞങ്ങൾക്ക് പക്ഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് കലാവതി ചതിയിൽ എടുത്തു വെച്ച വീഡിയോ, അംബിക സ്വർണവും അതുപോലെ ദിവ്യപ്രഭയും അമ്മയും പണവും കൈമാറുന്ന വീഡിയോ. എന്തായാലും ആ വീഡിയോ കണ്ട് ആകെ ഷോക്കായി പോവുകയാണ് സുമേഷും അംബികയും. ഒരിക്കൽ കൂടി സുമേഷിന്റെ വിവാഹം അത് മുടങ്ങിയിരിക്കുന്നു. അതിന് കാരണക്കാരി അംബികയാണെങ്കിലും എല്ലാ കുറ്റങ്ങളും ഇനി വരാൻ പോകുന്നത് അമൃതയുടെ തലയിലേക്ക് തന്നെയാണ്. ദിവ്യപ്രഭയാണെങ്കിൽ അമൃതയ്ക്ക് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന രംഗങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തായാലും അഭിമന്യുവും അമൃതയും ജയിച്ചു കാണിച്ചിരിക്കുന്നു. അപ്പൊ കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്